മല ഇടിഞ്ഞ് കേക്ക് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചിട്ട് വേണ്ട. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം, ഒന്നും കൂടി പറയാം. അതൊക്കെ അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവും MP ജയരാജനും ഞാനും കൂടിയാണ് രാവിലെ 9 മണി മുതൽ ഇവിടെയുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് ശശി ഉൾപ്പെടെ ഈ പ്രദേശങ്ങളെല്ലാം പോയത്. അപ്പോൾ മീനാക്ഷി പാലത്തിൻ്റെ ചുറ്റുവട്ടത്തിലാണിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മൺകൂനയായിട്ട് മാറിയിരിക്കുകയാണ് മീനാക്ഷി പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് 2 ഭാഗങ്ങളിൽ. ഇപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബോഡി കൂടി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ 4 പേരെ കണ്ടെത്താനും അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കണക്കനുസരിച്ച് ഇനിയും 4 പേരാണ് കണ്ടെത്താനുള്ളത്. ആ 4 പേരെ സംബന്ധിച്ചും വ്യക്തമായ ചിത്രം അവരെ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തെരച്ചിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ മഴയുണ്ട്. മഴയുള്ളപ്പോൾ തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ ഫലപ്രദമായിട്ട് തന്നെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തി വരുന്നത്. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. 4 ആളുകളുടെ ജീവൻ പൊലിഞ്ഞതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യക്തതയോടുകൂടിയുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി 4 ആളെ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യോജിച്ച പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ 45-ലധികം വരുന്ന കുടുംബങ്ങൾ മാറ്റി പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉന്നതികളിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ 6 കുടുംബങ്ങൾ അവരും ഉണ്ട്. ഉന്നതിയിലുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇനിയും അവിടെ താമസിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യം തന്നെയാണ് എന്നാണ്. ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെയായി വലിയ കുത്തൊഴുക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തവും നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് മാറ്റി താമസിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഉന്നതിയിലെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം അവർ ഈ മല ഇടിഞ്ഞ് വെള്ളവും അതുപോലെ തന്നെ മണ്ണും ഒഴുകി വന്നതിൻ്റെ തൊട്ട മേലെ തന്നെയാണ് അവരുടെ വാസസ്ഥലം. അപ്പോൾ അവർക്കവിടെ ഇനി അങ്ങോട്ട് തിരിച്ചു പോയി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സാധിക്കുന്നതല്ല. അവരാ ഭീതിയാണ് ഞങ്ങളോട് പങ്കുവെച്ചത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവർ രക്ഷപ്പെട്ട് അവർ അപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളുടെയും ഈ പ്രൊജക്റ്റിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ താമസ സൗകര്യവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതെല്ലാം ഗൗരവപൂർവ്വം ആലോചിച്ച് അവരെയും പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോഴെല്ലാവരും ചേർന്നുകൊണ്ട് ഫലപ്രദമായ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകണം. കാരണം ഇനിയും 4 പേരെ കണ്ടെത്താൻ ബാക്കി കിടക്കുകയാണ്. തൽക്കാലത്തേക്ക് റോഡ് സൗകര്യമായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പാലവും കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് വരെ അതിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം വരെ മണ്ണും ചളിയും കൊണ്ട് മൂടിയതായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറേ മാറ്റിയിട്ടുണ്ട്, മാറ്റി ഗതാഗത യോഗ്യമായിട്ടുണ്ട്. എന്നാൽ പോലും വളരെ വലിയ പ്രയാസം ആ പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബങ്ങളെല്ലാം പറഞ്ഞത് അതുതന്നെയാണ്, പ്രയാസകരമാണ് എന്നതാണ്. അത് ഗൗരവപൂർവ്വം കാണണം. ആവശ്യമായ പരിശോധന അതുപോലെ തന്നെ അന്വേഷണം നടത്തുകയും വേണം. എന്നിട്ട് പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവിയിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം അന്വേഷണം, എന്തെല്ലാം പരിശോധന ഇനിയും വേണോ അതൊക്കെ നടത്തി ഫലപ്രദമായ രീതിയിൽ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്
ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിൻ്റെ മറവിൽ പ്രൊജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ തന്നെ പ്രൊജക്റ്റ് ഇന്നത്തെ പോലെ തന്നെ തുടരണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നല്ല പരിശോധന, ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തി ഫലപ്രദമായി കാലാവസ്ഥ മാറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല, റിപ്പോർട്ട് ഞങ്ങളവിടെ പോയല്ലോ. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടത് എന്താ വെച്ചാൽ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് അവിടെ തന്നെ ഉണ്ട്, ഒരു വലിയ ഭാഗം. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഞങ്ങളിപ്പോൾ കണ്ടു കൂട്ടിയിട്ട മണ്ണ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഇടതു ഭാഗത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വലതു ഭാഗത്ത് ഇപ്പോൾ ഉള്ള കൂന, അതായത് മീനാക്ഷി പാലത്തിൻ്റെ വലതുഭാഗത്ത് വലിയ കൂന ഇപ്പോഴുണ്ട്. വലിയ മണ്ണ് സംഭരിച്ചാടെ വെച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ മാറ്റണമെന്ന് മുമ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ മാറ്റിയിട്ടില്ല. മാറ്റുന്നില്ലെങ്കിൽ മാറ്റാൻ ആവശ്യമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വീണ്ടും മണ്ണുണ്ടായിരുന്നത്. അതിൻ്റെ ഈ മല ഇങ്ങോട്ട് ഇടിഞ്ഞ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സംരക്ഷണം ഉണ്ടായിരുന്നു. ആ സംരക്ഷണത്തിൽ ഒരു ഭാഗം നമുക്കവിടെ കാണാനുണ്ട്. പക്ഷേ വലിയ മല ഇടിച്ചിലാണ്ടായത്. ആ മല ഇടിച്ചൽ വരുമ്പോൾ മണ്ണും വെള്ളവും എല്ലാം കൂടി ചേർന്ന് വന്ന് അത് പോകുന്ന വഴിയിലുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പാലത്തിലേക്കും അതുപോലെ തന്നെ തുടർന്നും വന്നത് ആ മണ്ണാണ്. ആ മണ്ണും വെള്ളവും അതുപോലുള്ള കാര്യമാണ്. അതായത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച മണ്ണ് അവിടെ തന്നെ കിടക്കേണ്ടി ഇപ്പോഴും അത് ഉൾപ്പെടെ എല്ലാം മാറ്റേണ്ടിയാണ്. മാറ്റുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. സംരക്ഷണ ഭിത്തി അങ്ങനെ ഇടിയില്ലല്ലോ. മല ഇടിഞ്ഞില്ലപ്പോഴാണ് സംരക്ഷണ ഭിത്തി ഇടുന്നത്. മല അതിൻ്റെ പിന്നിലല്ലേ ഉള്ളത്. അപ്പോൾ യഥാർത്ഥം അപ്പോൾ സംഭവിച്ചതെന്താ വെച്ചാൽ മല ഇടിഞ്ഞു വന്നു. മല ഇടിഞ്ഞാൽ പിന്നെ സംരക്ഷണ ഭിത്തി എന്താണ് ഇവിടെ അവിടെ അതിന് മുമ്പിൽ വന്നു എല്ലാം പോയില്ലേ? അല്ല, മല ഇടിഞ്ഞതോ? പിന്നെന്താ? മല ഇടിഞ്ഞ് കേക്ക് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചിട്ട് വേണ്ട. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. അതൊക്കെ അന്വേഷിച്ചോട്ടെ. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. മല ഇടിഞ്ഞ് വന്നപ്പോൾ ആ മലയുടെ ഇങ്ങേ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷണ ഭിത്തി പോലെ കെട്ടിയിട്ടുള്ളതെല്ലാം പൊളിഞ്ഞു പോകും. അതൊക്കെ പൊളിന്നുള്ള ഉറപ്പല്ലേ? മല ഇടിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സംരക്ഷണ ഭിത്തി അവിടെ നിൽക്കുമോ? ശാസ്ത്രീയം നമുക്ക് രണ്ടാക്കും ശാസ്ത്രീയമായ വഴിയൊന്നും അറിയില്ലല്ലോ. വഴി അന്വേഷിച്ചോട്ടെ. അതൊക്കെ ആവശ്യമായ രീതിയിലുള്ള പരിശോധന നടത്തട്ടെ. എങ്ങനെയാണോ ശാസ്ത്രീയമായിട്ട് ഈ മല ഉൾപ്പെടെ തകർന്നു പോകാതിരിക്കാനുള്ള ഭിത്തി കെട്ടേണ്ടത് എന്ന് ഉൾപ്പെടെ കൈകാര്യം ചെയ്തോട്ടെ. ഞങ്ങൾക്കാർക്ക് തർക്കമുള്ളത്? ഞങ്ങൾക്കുണ്ടായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് പ്രകൃതി ദുരന്തമാണ്. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഏകോപിതമായി ഫലപ്രദമായി പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം. ഏകോപിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് നടത്തുകയും വേണം. അവർക്ക് നഷ്ടപരിഹാരം നൽകണം, മതിയായ നഷ്ടപരിഹാരം നൽകണം. ചികിത്സയിൽ കഴിയുന്നവർക്ക് ഫലപ്രദമായ ചികിത്സയും അതുപോലെ തന്നെ ആവശ്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരവും നൽകണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ബോഡി കൂടി ഇപ്പോൾ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ബോഡി ഇപ്പോൾ ആയി. 3 2 5 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ബാക്കിയുള്ള 3 ആളെ കൂടി ഇനിയും കണ്ടെത്തേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു വരുന്നത് അത് അതീവ സങ്കീർണ്ണ മേഖലയാണ്, റെഡ് സോൺ ആണ് ഈ സ്ഥലം. അവിടെ ഈ പ്രകൃതി എക്കോളജിക്കൽ സെൻസിറ്റീവായ ഏരിയയിൽ എങ്ങനെയാണ് പരിസ്ഥിതി അനുമതി കിട്ടിയത്? അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണല്ലോ അനുമതി നൽകുന്നത്, അല്ലാണ്ട് സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ലല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാ തരത്തിലുള്ള പരിശോധനയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ പ്രവർത്തനത്തിനുള്ള അനുവാദം നൽകുക. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കട്ടെ. ആവശ്യമായ രീതിയിൽ എന്തെല്ലാം മുൻകരുതൽ വേണോ ആ മുൻകരുതൽ മുഴുവൻ നടത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പാടുള്ളൂ. അത് നൽകിയവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ അങ്ങനെ നൽകിയതെന്ന്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ സർക്കാരിൻ്റെ കാലത്തെന്നുള്ളതല്ല, സർക്കാരിലല്ലോ നൽകിയത്. അതെല്ലാം കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികളല്ലേ നൽകിയത്. ആ ഏജൻസികൾ നൽകിയതിൽ എന്തെങ്കിലും തെറ്റോ ശരിയോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ വിദഗ്ധന്മാരല്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് പരിശോധിക്കട്ടെ. ഇനി ഇതിൻ്റെ അപ്പുറം പരിശോധിക്കാനുണ്ടെങ്കിൽ അവരും പരിശോധിക്കട്ടെ. ശരി. ഈ പൂഴിത്തോടക്കമുള്ള പാതകൾ, ബദൽ പാതകളുടെ നിർദ്ദേശം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നതാണ്. അത്തരം ചർച്ചകൾ കൂടിയല്ലേ ഇത് ഉയർത്താൻ? അല്ല, ആദ്യം ഇത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം അന്വേഷണം വേണോ, എന്തെല്ലാം പരിശോധന വേണോ, അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ.